ഹലോ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ രാവിലെ തന്നെ ഒരുങ്ങി എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമ്മളിന്ന് നമ്മുടെ കോളേജിൽ പോവാണ്. നമ്മുടെ ടി സിയും കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റും +2 സർട്ടിഫിക്കറ്റും എല്ലാം മേടിക്കണം. എല്ലാം അവിടെ ഇരിക്കുമല്ലേ. അപ്പോൾ നമ്മുടെ കോളേജ് ആലപ്പുഴയാണല്ലോ. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 6 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ കൊല്ലം സ്റ്റാൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് നമുക്ക് ബസ് കിട്ടുമല്ലോ. അങ്ങനെ കൊല്ലം സ്റ്റാൻഡിൽ പോയപ്പോഴത്തേക്ക് കുറേ നേരം ഇരുന്നിട്ട് നമുക്കൊരു ബസ് തരുന്നില്ല. എല്ലാം തിരുവനന്തപുരം ബസ്സായിരുന്നു. അങ്ങനെ കുറേ നേരം നിന്നപ്പോഴത്തേക്ക് നമുക്കൊരു തൃശ്ശൂർ സൂപ്പർ ഫാസ്റ്റ് കിട്ടി. അങ്ങനെ നമ്മൾ ബസ്സിലൊക്കെ കയറി ടിക്കറ്റൊക്കെ എടുത്ത് സ്റ്റൈലായിട്ട് ഇരിക്കുവാണ്. അപ്പം ആദ്യം പോയൊരു ആവേശം ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ കുഴഞ്ഞ് ഗൈസ്. കുറേ നാളായി ബസ്സിൽ ഇങ്ങനെ യാത്രയൊക്കെ ചെയ്തിട്ട്. അങ്ങനെ കയറിയ പാടെ ഫസ്റ്റായിട്ട് തന്നെ അപ്പുറത്ത് നിന്ന് അമ്മ ദേഹത്തോട്ട് ഛർദ്ദിച്ചു. അങ്ങനെ പാൻറ്റ് ഫുള്ള് ഛർദ്ദിലായി. നമ്മൾ അതെല്ലാം കഴുകി വീണ്ടും ഇരിക്കുകയാണ്. അപ്പം തന്നെ മൂഡ് പോയി. ഇനി അങ്ങോട്ട് പണിയോടെ പണിയാണ്. അപ്പം നമ്മൾ തൃശ്ശൂർ ഫാസ്റ്റ് ചേർത്തല നിർത്താത്തതുകൊണ്ട് നമ്മൾ കായംകുളം സ്റ്റാൻഡിൽ ഇറങ്ങി അവിടുന്ന് ചേർത്തല ബസ്സിൽ കയറാൻ പോവാണ്. അപ്പോൾ ഇവർ നമ്മളെ കൂടെയുണ്ട്. ഇതാണ് എൻ്റെ ഫ്രണ്ട്സ്. മുമ്പത്തുള്ള വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഉരുന്നുവട വെള്ളം മുതലായ സാധനങ്ങളെല്ലാം പിടിച്ച് നമ്മൾ ബസ്സിൽ കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കായംകുളം സ്റ്റാൻഡ് കണ്ടിട്ട് മനസ്സിലാകുന്നേ ഇല്ല. ഭയങ്കര വ്യത്യാസമാണ്. പൊളിച്ചു പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉഴുന്നുവടയെല്ലാം കഴിച്ച് വെള്ളമെല്ലാം കുടിച്ച് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അത്യാവശ്യം പോസ്റ്റാണ്, നല്ല ദൂരമാണ്. നമ്മളപ്പോൾ അത്രയും മണിക്കൂർ ഇരിക്കേണ്ടതല്ലേ ഗൈസ്. അപ്പോൾ നമ്മളിങ്ങനെ കണ്ടപാടെ ഓരോന്നൊക്കെ സംസാരിക്കുകയാണ്. പിന്നെ അറ്റത്തിരിക്കുന്ന ആളുടെ ജോലിയാണല്ലോ ടിക്കറ്റ് എടുക്കുന്നത്. അങ്ങനെ അവൾ ടിക്കറ്റൊക്കെ എടുക്കുകയാണ്. ഇച്ചിരി കഴിഞ്ഞപ്പോൾ എനിക്ക് ഛർദ്ദിൽ ഓർമ്മ വന്നപ്പോഴത്തേക്ക് തന്നെ ഛർദ്ദിക്കാൻ വന്ന അങ്ങനെ ഒരു മുട്ടായി എല്ലാം കഴിച്ച് നമ്മൾ ഇരിക്കുകയാണ്. എന്തൊക്കെയൊക്കെ സംസാരിച്ചൊന്നും ഓർമ്മയൊന്നുമില്ല. അങ്ങ് വരെ സംസാരമായിരുന്നു. കുറേ നാൾക്ക് കണ്ടതിന് ശേഷമുള്ളൊരു സന്തോഷം. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഫോണിൽ കളിയായി. ഇനിയാണ് മെയിൻ പണി സ്റ്റാർട്ടാവുന്നത്. നമ്മുടെ ബസ്സിൻ്റെ ക്ലച്ച് പൊട്ടിയേ. അങ്ങനെ പിന്നെ വേറൊരു ബസ്സിൽ നമ്മൾ ഇടിച്ച് കയറുവാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ ഇന്നത്തെ ദിവസം പണിയാണ്. അപ്പോൾ ബസ് മാറി കയറിയപ്പോൾ തന്നെ നമ്മളുടെ ഒരുവിധം കുളമായി ഗൈസ്. വന്ന കോലവും പോകുന്ന കോലവും എല്ലാം നല്ലൊരിതാണ്. അങ്ങനെ തെള്ളി ഇടിച്ച് നമ്മൾ ചേർത്തല എത്തി. അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് നമ്മളെ കോളേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേർത്തല ജംഗ്ഷൻ കണ്ടപ്പോൾ തന്നെ കുറേ മെമ്മറീസാണ്. ഇവിടെയൊക്കെ നമ്മൾ അടിച്ച് പൊളിച്ച സ്ഥലങ്ങളാണ്. കുറേ നാളായി ഇവിടെയൊക്കെ വന്നിട്ട്. അങ്ങനെ നമ്മളെ ഓട്ടോ പിടിച്ച് നമ്മളെ കോളേജിലോട്ട്. അത്യാവശ്യം ചേർത്തല ജംഗ്ഷനിൽ നിന്നൊരു 10 മിനിറ്റൊക്കെ ഉള്ളൂ കോളേജിലോട്ട്. അങ്ങനെ കോളേജൊക്കെ എത്തി. ഇതാണ് നമ്മുടെ കോളേജ്. അങ്ങനെ നമ്മളവിടെ ഇറങ്ങി. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഷെറൈഹാനെ കണ്ട്. അപ്പോൾ അവൾ ഈ സർട്ടിഫിക്കറ്റെല്ലാം മേടിച്ച കഥകളൊക്കെ പറയുവാണ്. കുറേ ഒപ്പിടാനെന്നൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ നമ്മളതെല്ലാം കേട്ട് നമ്മൾ അകത്തോട്ട് പോയി. അപ്പോൾ ഗേറ്റ് നമ്മൾ ഇവിടെ ബുക്കുണ്ട്, രജിസ്റ്ററൻസ് സൈൻ ചെയ്താലേ നമുക്ക് കയറാൻ പറ്റൂ. കാരണം നമ്മളിപ്പോൾ സ്റ്റുഡൻസ് അല്ലല്ലോ. അപ്പം ഇതാണ് നമ്മുടെ കോളേജ്. ശാന്തത കണ്ടോ ഗൈസ്, എന്തൊരു ശാന്തമായ സ്ഥലമാണെന്ന് നോക്കിക്കേ. ഇതാണ് നമ്മുടെ ആർട്സ് കോളേജ്. ഇപ്പം ഒറ്റ ക്യാമ്പസിൽ തന്നെയാണ് ആർട്സും. ഇത് നമ്മുടെ ഫാർമസി കോളേജ്. ഇതാണ് നമ്മുടെ കോളേജ്. വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരു മരം വെട്ടിയെന്ന് തോന്നുന്നു. നല്ല വൃത്തിക്ക് ഇപ്പോൾ കോളേജ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് കുറേ പേരുണ്ടായിരുന്നു. കുറച്ചായിട്ട് 3 ദിവസമായിട്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് അവിടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അവരടുത്തോട്ട് പോയി. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആൽജിൻ, യൂജി, സിയാദ്, ശക്ഷി എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ലൈബ്രറിയിൽ പോയി നോ ഡ്യൂ സർട്ടിഫിക്കറ്റൊക്കെ മേടിച്ച്. നമുക്ക് എന്തായാലും ഡ്യൂ വരത്തില്ല, കാരണം നമ്മൾ ലൈബ്രറി കയറാറില്ലല്ലോ. അതുകൊണ്ട് നമ്മളൊന്നും എടുക്കാറുമില്ല. പിന്നെ വർത്താനം പറയാൻ വേണ്ടി മാത്രമാണ് ലൈബ്രറിയിലോട്ട് വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫാൻസിനെയൊക്കെ കണ്ട്. നമ്മളെ ക്ലാസ് പിടിക്കുന്നതാണ് അലീഷ, അപർണ. ഇവരൊക്കെ ഭയങ്കര ഫാനാണ് എൻ്റെ യൂട്യൂബ്. ഇവരാണ് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന വീഡിയോ ഇടാൻ വേണ്ടി. ഇവരൊക്കെ മെയിൻ ഫണ്ണാണ് ഗൈസ്. ഇവരൊക്കെയാണ് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കുറേ പേരെയൊക്കെ കണ്ടു. അങ്ങനെ നമ്മൾ ക്യാൻറ്റീനിൽ കയറി. ക്യാൻറ്റീനിൽ നമ്മൾ ഇനി എന്നാ കോളേജ് വരുന്നതെന്നൊന്നും അറിയത്തില്ല, ഇനി വരുമെന്ന് തന്നെ അറിയത്തില്ല. അപ്പോൾ നമ്മൾ സ്ഥിരം ലൈം ജ്യൂസ് എല്ലാം കുടിച്ച് നമ്മൾ തിരിച്ചു പോകാൻ സൈൻ ചെയ്യുവാണ്. ഇതാണ് ഗൈസ് നമ്മളെ നൊക്ലാജിയ, നമ്മുടെ PG. ഇവിടാണ് നമ്മൾ PGയിൽ നിന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയപ്പോൾ ബീനാമ നമ്മുടെ സർപ്രൈസായിട്ട് വന്നു. അത് എടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഞെട്ടിപ്പോയി. പെട്ടെന്നാണ് പറയാതാണ് ബീനാമ നമ്മളെ കാണാൻ വന്നത്. അങ്ങനെ നമ്മൾ ക്രിസ്പിയിൽ കയറി ഫ്രൈഡ് ചിക്കൻ കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടെ ഫ്രൈഡേ ഓഫറുണ്ട് ഗൈസ്. അങ്ങനെ ഞങ്ങൾ സ്ഥിരം വരുന്ന സ്ഥലമാണ് ഫ്രൈഡേ ഇവിടെ. അപ്പം നമ്മൾ ഒരു ഇതാവുമല്ലോ എന്ന് വെച്ച് നമ്മളെല്ലാവരും കൂടെ ഫ്രൈഡ് ചിക്കൻ കഴിക്കുവാണ്. കുറേ നാൾക്ക് ശേഷം കഴിച്ചുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. എവിടെ പോയാലും ഈ ടേസ്റ്റ് കിട്ടത്തില്ല, കാരണം നമ്മൾ ഇവിടുന്ന് കഴിച്ച് ശീലമായി ഗൈസ്. അങ്ങനെ നമ്മൾ ആസ്വദിച്ച് കഴിച്ച് നമ്മളെ വയറൊക്കെ നിറഞ്ഞ് ഒരു 10 അടിച്ച് പോയി. കാരണം നമ്മൾ രാവിലെ ഫുഡ് ലൈറ്റായിട്ട് കഴിച്ചിട്ട് ഇറങ്ങി. പെട്ടെന്ന് ഇത്രയും ദാഹിച്ചിട്ട് ഫുഡെല്ലാം കഴിച്ചപ്പോഴത്തേക്കും ഒരു അവസ്ഥയായിരുന്നു. നമ്മൾ മത്തടിച്ച് കുറേ നേരമൊക്കെ ഇരുന്ന് വർത്താനം പറഞ്ഞു അവിടെ. കാരണം പുറത്ത് ചൂടായതുകൊണ്ട് ഇതിൻ്റെ അകത്ത് AC ആയതുകൊണ്ട് ഇവിടെ തന്നെ കുറേ നേരം ഇരുന്ന്. അങ്ങനെ നമ്മൾ കഴിച്ചിട്ട് ഇറങ്ങുവാണ്. അങ്ങനെ ബീനാമായി നമ്മൾ ബസ് കയറ്റി വിട്ടിട്ട് നമ്മൾ കൊല്ലം ബസ്സിൽ കയറി. നമുക്ക് കായംകുളം ഹർഷയുടെ വീട്ടിലാണ് നമ്മൾ പോകുന്നത്. ഹർഷയ്ക്ക് ഫ്രണ്ടിലാണ് സീറ്റ് കിട്ടിയത്. അപ്പോൾ നമുക്ക് അടുപ്പിച്ച് സീറ്റ് കിട്ടി സന്തോഷത്തിൽ നമ്മൾ ഇരിക്കുവാണ്. പിന്നെ നമ്മൾ ആലപ്പുഴ സ്റ്റാൻഡിൽ ഇറങ്ങി, കാരണം ആ ബസ്സിന് എന്തോ പ്രശ്നം. അവിടെ മുതൽ അങ്ങോട്ട് ഫുൾ പ്രശ്നമായിരുന്നു. അങ്ങനെ അപ്പം മഴ പെയ്യാൻ തുടങ്ങി. പിന്നെ ആകപ്പാട് മഴ നനഞ്ഞ് നമ്മൾ അടുത്ത ബസ്സിൽ കയറി. അതും വിറ്റാണ് നമ്മൾ ഒരുവിധ സീറ്റൊക്കെ കിട്ടി സെറ്റായിട്ട് ഇരുന്നപ്പോൾ ആ ബസ്സിൻ്റെ കാര്യം ഒരു തീരുമാനമായി. ഇതാണ് ആലപ്പുഴ സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് അത്യാവശ്യം മഴ പെയ്യും. അപ്പോൾ നമ്മൾ ഇത് അടയ്ക്കും, വീണ്ടും മഴ പെയ്യും, തുറന്നിടും. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. അവിടെ എത്തിയപ്പോൾ ബസ്സിന് വീണ്ടും പണിയും കിട്ടി. ബസ്സിന് ലൈറ്റ് പൊട്ടിയെന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മളിപ്പോൾ എത്രാമത്തെ ബസ്സാണ് മാറി കയറുന്നതെന്ന് അറിയണം. അങ്ങനെ അടുത്ത ബസ്സിൽ കയറി. അതിലാണെങ്കിൽ നമ്മൾ ഒരു വിധം പിടിച്ചു വന്ന്. അങ്ങനെ ഇന്ന് മൊത്തം എത്ര ബസ് മാറി കയറുന്നത് ഞങ്ങൾക്കേ അറിയൂ. ഇപ്പോൾ ഇവർ പറയുന്നത് ഞാൻ വന്നതിൻ്റെ ഭാഗ്യമാണെന്നാണ്. അങ്ങനെ നമ്മൾ ഓട്ടോ വിളിച്ച് ഹർഷമോളുടെ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും ഹർഷമോളുടെ വീട്ടിൽ പോകും. കാരണം നമ്മുടെ കോളേജിൻ്റെ അടുത്ത് ഹർഷയുടെ വീടായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളിവിടെ നിൽക്കാൻ വരാറൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ വഴിയെല്ലാം കാണാപ്പാടമാണ്. കായംകുളത്ത് IT ജംഗ്ഷനിലാണ് നമ്മുടെ ഹർഷയുടെ വീട്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരമേ ഉള്ളൂ സ്റ്റാൻഡിൽ നിന്ന് അങ്ങോട്ട് പോകാൻ. അപ്പം നമ്മളിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹർഷയുടെ വീട്ടിലെത്തി. അപ്പോൾ നമ്മൾ പൈസ എല്ലാം കൊടുത്ത് കയറുവാണ്. ഇവർ പറയുന്നത് ഇവരുടെ വീഡിയോയിൽ എടുക്കല്ലേ, കുളവായി വെച്ച് നമ്മളെടുക്കും. അങ്ങനെ ഹർഷയുടെ വീട്ടിൽ ഹർഷയുടെ ഉമ്മി ഇല്ലായിരുന്നു, എവിടെ പോയേക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ കഥമൊക്കെ തുറന്ന് അകത്തിരിക്കാൻ ഉമ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോവുകയാണ്. ഇനിയിപ്പോൾ താക്കോല് വെക്കുന്ന സ്ഥലമൊന്നും ഞാൻ കാണിക്കത്തില്ല, അതൊക്കെ അവർ സീക്രട്ടായിട്ട് വെക്കുന്നില്ലേ ഗൈസ്. അങ്ങനെ നമ്മളകത്തോട്ടൊക്കെ കയറി. ഇപ്പോൾ ഒരു സമാധാനമൊക്കെ വന്നു. കാരണം രാവിലെ 6:30-7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഹർഷയുടെ വീട്ടിൽ തന്നെ വന്നപ്പോൾ തന്നെ 6 മണിയായി. ഇനിയാണ് ഇവിടെ അടുത്ത പൂരം. ഹർഷയ്ക്ക് വീടിൻ്റെ താക്കോൽ അറിയത്തില്ല. അവിടെയുള്ള ഫുൾ താക്കോൽ നമ്മളിട്ട് കറക്കി 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 1 മണിക്കൂറോളം അവിടെ നിന്ന് താക്കോലിട്ട് പണിയുമായിരുന്നു. അത് ലാസ്റ്റ് നമ്മൾ എങ്ങനെയൊക്കെയോ താക്കോൽ കണ്ടുപിടിച്ച് അതിൻ്റെ അകത്ത് കയറി. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വ്ളോഗ്. ഇനി എടുക്കാനുള്ള ത്രാണി എനിക്കില്ല, ഞാൻ കുഴഞ്ഞ്. ഇനിയിപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ.